നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വരത്തില്ലേ? വരും. കഷ്ടങ്ങൾ വരത്തില്ലേ? വരും. പക്ഷേ ദൈവത്തിന്റെ കയ്യിൽ ഒരു റിക്കവറി പ്ലാൻ ഉണ്ട്, തിരിച്ചു പിടിക്കുന്ന ഒരു പ്ലാൻ ഉണ്ട്. ദാവീദ് സ്തോത്രം തന്റെ ജീവിതത്തിന്റെ ഒരു അനുഭവം 1 ശമൂവേൽ 30-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ദാവീദ് സിക്ലാഗിൽ വന്നപ്പോൾ സിക്ലാഗ് തീ വെച്ച് ചുട്ട് നശിപ്പിച്ചിരിക്കുന്നത് കണ്ടു. അവിടെയുള്ള വലിയവരെയും ചെറിയവരെയും എല്ലാം പിടിച്ചുകൊണ്ടുപോയി. അവിടെ ദാവീദും കൂട്ടരും ജനവും എല്ലാം ബലമില്ലാതാകുവോളം ഉറക്ക കരഞ്ഞു എന്ന് എഴുതിയിരിക്കും. അതൊരു പരിഹാരമല്ല. ചില വിഷയങ്ങളുടെ മുന്നിലൊക്കെ നീ ബലഹീനമായി പോയെന്നിരിക്കും. പക്ഷെ ആ സമയത്താണ് നീ ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടത്. അവിടെ ആ എല്ലാ കൂട്ടമുണ്ടെങ്കിലും ദാവീദിനെ കുറിച്ച് മാത്രം അവിടെ പറഞ്ഞിരിക്കുന്നു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. വിഷയത്തിന്റെ മുന്നിൽ സകലതും കൊണ്ടുപോയി, എങ്ങോട്ട് കൊണ്ടുപോയി, ജീവനുണ്ടോ മരിച്ചോ ഒന്നും അറിയത്തില്ല. ആ വിഷയത്തിന്റെ മുന്നിൽ ശക്തനായ ദാവീദ് പോലും എന്ത് ചെയ്തു? ബലഹീനനായി തീർന്നു. നീ ഒരു വിഷയത്തിന്റെ മുമ്പിൽ ബലഹീനനാകുമ്പോൾ നീ അതിൻ്റെ മുന്നിൽ തോൽക്കുകയല്ല, നിന്നെ തോൽപ്പിക്കാൻ സമ്മതിക്കാതെ വണ്ണം നിന്നെ സഹായിക്കാൻ ഒരുവനുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകണം. അപ്പൊ ജീവിതത്തിൽ ബലഹീനതകൾ വരുന്നത് നന്മയ്ക്കാണ്, അത് ദൈവത്തിങ്കിലേക്ക് തിരിയാനാണ്. ദൈവത്തിങ്കിലേക്ക് നീ തിരിയുമ്പോൾ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി എനിക്കും നിങ്ങൾക്കും വേണ്ടി വ്യാപരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ബാക്കി ആരും തിരിയാതിരിക്കുമ്പോൾ ദാവീദ് തൻ്റെ ബലഹീനതയിൽ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞത് എന്താണെന്ന് ചോദിച്ചു. ദൈവമേ, ഈ കാര്യത്തോട് നേരിടാൻ എനിക്ക് ബലമില്ല. തൻ്റെ ബലഹീനത താൻ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ 2 കൈയുമുയർത്തി സമ്മതിക്കുകയാണ്. നിന്റെ ജീവിതത്തിന്റെ ബലഹീനത നീ ദൈവത്തിന്റെ സന്നദ്ധിയിൽ പറയുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, ആ ഫസ്റ്റ് സ്റ്റെപ്പാണ് നിനക്ക് ജയം തരാൻ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നീ ചെയ്യേണ്ടത്. ആ പരീക്ഷയെ പിന്തുടരണമോ എന്ന് ദാവീദ് ചോദിച്ച സ്ഥാനത്ത് ദൈവത്തിന്റെ പ്ലാൻ ദൈവം അങ്ങ് വെളിപ്പെടുത്തി കൊടുത്തു. നീ പിന്തുടരണം, നീ നിശ്ചയമായും എത്തിപ്പിടിക്കും, ഒന്നും നഷ്ടമാകത്തില്ല. നീ ബലഹീനനായി കിടക്കുന്ന വിഷയത്തിന്റെ അകത്ത് ദൈവത്തിനൊരു റിക്കവറി പ്ലാൻ ഉണ്ട്.